ദൈവതിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായുടെ ഈ സ്വാന്തന ശുശ്രൂഷയിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. വലിയ നോമ്പ്, സഭയുടെ 40 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് പതിയെ നാം എല്ലാവരും കഷ്ടാനുഭവാഴ്ചയിലേക്ക് പ്രവേശിക്കുക. 40 ദിവസത്തെ നോമ്പ് മോശയും ഏലിയാവും നമ്മുടെ കർത്താവ് നോറ്റുവെന്ന് നമ്മൾ സന്ധികളിലൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ 40 ദിവസത്തെ നോമ്പും പിന്നീട് യേശുവിൻ്റെ കഷ്ടാനുഭവവും കൂടെ ചേർത്ത് വലിയ നോമ്പ് നാം പൂർത്തീകരിക്കുക. ആ നോമ്പിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ കർത്താവ് കടന്നുപോയ കഷ്ടതയെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട സമയത്ത് നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചതും യാത്ര ചെയ്തതൊക്കെ. നോമ്പ് ഉയർപ്പ് പെരുന്നാളിൻ്റെ രാത്രിയിലോ പുലരിയിലോ അവസാനിക്കുമ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും നല്ല അഭിനേതാവിനുള്ള ഒരു അംഗീകാരം ഒരുപക്ഷെ നോമ്പിലൂടെ കടന്നുപോയ എനിക്കോ നിങ്ങൾക്കോ കിട്ടുമെങ്കിൽ അതെന്തൊരു കഷ്ടമായിരിക്കും. ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനായിട്ട്, ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നതിനേക്കാൾ അപ്പുറത്ത് നോമ്പിൻ്റെ കാലത്ത് നമ്മൾ ജീവിതത്തിലെ കഷ്ടതയെ നേരിടാനായിട്ട് എങ്ങനെ നമ്മൾ പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 40 ദിവസത്തെ നോമ്പ് അവസാനിക്കും. വീണ്ടും നമ്മൾ അവസാനിയിലും കഷ്ടാനുഭവത്തിൻ്റെ ദിവസങ്ങളിലേക്കുമൊക്കെ പ്രവേശിക്കുമ്പോൾ ഉള്ളിലെ അത്യാഗ്രഹങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്കായിരുന്നു. അങ്ങനെ അത്യാഗ്രഹങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവായി പോവുകയും ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ കർത്താവെ അങ്ങ് തൊട്ടൊന്ന് നിർമ്മലമാക്കണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് എത്ര ആളുകൾക്ക് പറ്റിയിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും ഈ 2 ആവശ്യങ്ങളും. പ്രാർത്ഥിച്ചാൽ ഉടനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു ധാരണയുണ്ടാവും. ഇത്തിരി അപകടം ഇതിനകത്തുണ്ട്. കുറേ കൂടി ഒന്ന് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഉള്ളിലുള്ള അത്യാഗ്രഹങ്ങളൊക്കെ ഒന്ന് ഒഴിവായി പോകാനും അവശേഷിക്കുന്ന ആഗ്രഹങ്ങൾ ഒന്ന് നിർമ്മലമായി കിട്ടുവാനുമാണ്. സത്യം പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലെ അത്യാഗ്രഹങ്ങളെല്ലാം ഒന്ന് ഒഴിവാക്കിയ പിന്നെ നാമെന്ന് പറയുന്ന, ഞാനെന്ന് പറയുന്ന ഒരാളോ സംഭവമോ അവശേഷിക്കുമോ? എന്തുമാത്രം അത്യാഗ്രഹങ്ങൾക്ക് മീതെയാണ് ഓരോരുത്തരും നിൽക്കുകയും ജീവിക്കുകയും ചെയ്യുക. ഒരാവേശത്തിൻ്റെ പുറത്ത് പറയുകയും അതിലും ആവേശത്തിൽ അത് കേട്ടതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ അവനവൻ്റെ ലൈഫിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് പതിയെ അത്യാഗ്രഹങ്ങളെന്ന് മൈനസ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെയല്ലേ ആഗ്രഹങ്ങളെ കർത്താവിന് മുമ്പാകെ നീട്ടി ഒന്ന് തൊട്ട് നിർമ്മലമാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി ഒരു വലിയ നോമ്പിലൂടെ കടന്നു പോകാനായിട്ട് ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടായി. അതിൻ്റെ ഒരു വലിയ ഗുണവും അതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ബലവും പ്രകാശവും ഇതാണ്: അത്യാഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒപ്പം ദൈവത്തിനും കൂടെ ഹിതകരമായ ചില ആഗ്രഹങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ പരിമിതപ്പെടുത്താനായിട്ട് പഠിക്കുക. കഷ്ടാനുഭവം, കർത്താവ് കടന്നുപോയ കഷ്ടതയെ നമ്മളൊന്ന് ഓർക്കുന്നു എന്നതിനേക്കാളും അപ്പുറത്ത് കഷ്ടതയെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുമെന്നതിനെ അത്തരം ചില പ്രകാശങ്ങളൊക്കെ നമ്മുടെ ആത്മീയ വഴികൾ ആവശ്യമാണ്. നോമ്പും അതിൻ്റെ അവസാനത്ത് നമ്മൾ അനുസ്മരിക്കുന്ന യേശുതമ്പുരാൻ്റെ കഷ്ടാനുഭവമൊക്കെ യേശു കൂടെ ഉണ്ടെന്നുള്ള ഒരു ധാരണയെ കുറേ കൂടി ബലപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. വേറൊരു 4 കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഒന്നും കൂടി അത് ആവർത്തിക്കുക പോലും വേണ്ട, അത്ര നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. 1 യേശു കാണുന്നുണ്ടെന്നുള്ളതാണ്, 2 യേശു കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്, 3 യേശു എല്ലാം അറിയുന്നുണ്ടെന്നുള്ളതാണ്, 4 യേശു ഒപ്പം ഉണ്ടെന്നുള്ളതാണ്. ഏറ്റവും ലളിതമായി നമുക്ക് പറയാവുന്ന, ഒരിക്കൽ കൂടി ഒന്നുകൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട പോലും ആവശ്യമില്ലാത്ത ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി പ്രകാശിപ്പിക്കേണ്ട കാലമായിരുന്നു നോമ്പുകാലം. യേശു എല്ലാം അറിയുന്നുണ്ട്, യേശു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ വല്ലാത്തൊരു ലജ്ജ നമ്മുടെ മീതെ വന്ന് വീഴുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ മോശപ്പെട്ടൊരു തരത്തിലുമാണ് ഞാൻ നിൽക്കുന്നത്. നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഭക്ഷണ കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ പുലർത്തുന്ന ഒരു അകലവും നമ്മൾ പുലർത്തുന്ന ചില രീതികളുമൊക്കെ കൃത്യമായിരിക്കാം. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ എന്തുമാത്രം നല്ല മനുഷ്യരായിട്ട് മാറുന്നുണ്ട്. നസ്രയത്തിലെ യേശുതമ്പുരാൻ്റെ ജീവിതം ഭൂമിക്ക് മുഴുവൻ കിട്ടിയ ഒരു പാഠം എന്താ? എങ്ങനെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ സൗമ്യമായിട്ടും ശാന്തമായിട്ടും
നിശബ്ദമായിട്ടൊക്കെ തങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്ന് ജീവിക്കാവുന്നുള്ള വലിയൊരു ഉദാഹരണവും കൂടിയായിരുന്നു, ഓർമ്മപ്പെടുത്തലായിരുന്നു, ഒരു ഉപദേശവും നിർദ്ദേശവും ഒക്കെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ഒപ്പമുണ്ടെന്നുള്ള ധാരണയിലേക്ക് കുറേ കൂടി അടുത്തെത്താനായിട്ട് നമുക്ക് കഷ്ടാനുഭവത്തിൻ്റെ വിചാരം നമ്മളെ സഹായിക്കേണ്ടതാണ്. യേശു തമ്പുരാൻ്റെ 40 ദിവസത്തെ ഉപവാസം നമുക്ക് നല്ല ധാരണയുണ്ട്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം അതാണ് പരാമർശിക്കുന്നത്. ആ 40 ദിവസത്തെ ഉപവാസമൊക്കെ കഴിയുമ്പോൾ യേശു തമ്പുരാനെ എതിരേൽക്കുവാനായിട്ട് യേശു തമ്പുരാൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള വിശപ്പിനെ ഓർമ്മപ്പെടുത്താനായിട്ട് സാത്താൻ പതിയെ വരുന്നുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളൊക്കെ നിൻ്റെ ഒരു വാക്കിൻ്റെ മീതെ അപ്പമായിട്ട് മാറും. ഇതൊന്ന് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും എങ്ങനെയെങ്കിലും ഒരു വാക്കുകൊണ്ടോ 2 വാക്കുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ വലിയ സൂത്രങ്ങൾ കൊണ്ടോ കല്ലുകളൊക്കെ അപ്പമാക്കി മാറ്റാനുള്ള വലിയൊരു തത്രപ്പാടില്ല. എല്ലാവരും എളുപ്പവഴികൾ അന്വേഷിക്കുക. ജീവിതത്തിന് മുഴുവൻ കാര്യങ്ങൾക്കും എളുപ്പവഴികൾ ആരായുമ്പോൾ അധ്വാനത്തിന്, ആത്മാർത്ഥതയ്ക്ക്, സമർപ്പണത്തിന്, സത്യസന്ധതയ്ക്ക്, ഇത്തിരി കാത്തിരിപ്പിനെന്ന് വലിയ പ്രസക്തി ഇല്ലാതാവുന്നു. യേശു തന്നെ ഒരിക്കൽ പറഞ്ഞൊരു വചനമുണ്ട്, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. നല്ല നല്ല കല്ലുകൾ കണ്ടെത്തിയിട്ട് വേണം എനിക്കത് എത്രയും വേഗം അപ്പമാക്കി രൂപാന്തരപ്പെടുത്താൻ. അങ്ങനെ കല്ലുകൾ അന്വേഷിക്കുകയും അപ്പമാകാനായിട്ടുള്ള യാതന ഇങ്ങനെ നമ്മൾ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടിരിക്കുക പൊതുവെ എല്ലാവരും. 3-ാമത്തേത് മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണ്. വെറുതെ 3-ാമത്തെ ഒരു കാര്യത്തെ മാത്രം ഒന്ന് ഓർത്തെടുത്താൽ ഇതാണ് എൻ്റെ അർത്ഥം. നമുക്ക് അവൻ്റെ വാതിക്ക് മുട്ടാൻ പറ്റും, കരുണയുടെ വാതിക്കൽ. ആ ഗെത്സമനത്തോട്ടത്തിലെ രാത്രിയിലെ കഠിനമായ രക്തം വിയർത്തുള്ള പ്രാർത്ഥനയെ ഓർത്താൽ മാത്രം മതി. അത് ആ വാതിക്കൽ, ആ പിതാവിൻ്റെ അപ്പൻ്റെ ആ കരുണയുടെ വാതിക്കൽ മകൻ്റെ മുട്ടി വിളിച്ചുള്ള പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഒന്ന് മുട്ടി പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? യാചിപ്പിയും കിട്ടും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടിയാൽ തുറന്നു കിട്ടുമെന്നുള്ള ഉറപ്പൊക്കെ നമുക്കുണ്ട്. അങ്ങനെ ഉറപ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തിരുവചനം എപ്പോഴും. പക്ഷേ വാതിക്ക് മുട്ടി പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് കാത്തിരിക്കാനുള്ള മനോഭാവമാണ്. ഇന്നത് തീരെ ഇല്ലാതായി. ഒട്ടും കാത്തിരിക്കാനായിട്ട് പറ്റുന്നില്ല ആർക്കും, ആരെയും കാത്തിരിക്കാനായിട്ട്. എല്ലാ ബന്ധങ്ങളിലും, എല്ലാ സ്നേഹത്തിൻ്റെ ഇടപെടലുകളിലുമൊക്കെ എന്തൊരു ധൃതിയിലാണ് എല്ലാവരും. ആർക്കും ആരെയും കുറേയും കൂടി ക്ഷമയോടെ കാണാനോ അല്പനേരം കൊണ്ട് കാത്തിരിപ്പാനോ പറ്റാത്ത വിധത്തിൽ എളുപ്പവഴികളിലൂടെ എത്രയും വേഗം കല്ലുകളൊക്കെ അപ്പമാക്കി മാറ്റാനുള്ള ഒരു പുറപ്പാടില്ല. സങ്കടങ്ങളെയും സഹനങ്ങളെയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരു തലത്തിൽ, ഒരു പ്രകാശത്തിലൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കേണ്ടത് നല്ലതാണ്. തീർച്ചയായിട്ടും ആ പഴയ നിയമകാലത്ത് മരുഭൂമിയിലുള്ള മോശയുടെ നേതൃത്വത്തിലുള്ള ആ കഠിനമായ യാത്രയെ ഓർത്തെടുത്താൽ മതി. പെട്ടെന്നായിരുന്നു അവർക്കിടയിലേക്കൊരു കോപത്തിൻ്റെ ഒരു വേദനയൊക്കെ കടന്നു വരുന്നത്. എന്താ? സർപ്പത്തിൻ്റെ ദംശനം ഏൽക്കുകയും ആളുകളൊക്കെ പരിക്കുകയും മരിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയെയും പ്രശ്നത്തെയും മോശയ്ക്ക് ഒപ്പമുള്ള നേതൃത്വത്തിനൊക്കെ നേരിടേണ്ടി വരുന്നു. എന്താണ് പരിഹാരമായിട്ട് ദൈവത്തിൽ നിന്നുണ്ടാകുന്ന വെളിപ്പെടുത്തൽ? പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അത് കൊടിമരത്തിന് മീതെ പാളയത്തിൻ്റെ മധ്യത്തിൽ എല്ലാവർക്കും പൊതുവായിട്ട് കാണാവുന്ന പോലെ സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിച്ചിട്ട് ഈ സർപ്പത്തിൻ്റെ ദംശനവും പരിക്കുമേറ്റ ആളുകളെ മുഖം കൃത്യമായിട്ട് അങ്ങോട്ട് തിരിപ്പിക്കുക. അങ്ങനെ സർപ്പത്തിൻ്റെ ദംശനയേറ്റ പരിക്കിലായ ആളുകൾക്ക് പിച്ചള സർപ്പത്തിൻ്റെ ദർശനം കിട്ടുമ്പോൾ സൗഖ്യം കിട്ടുന്നു. ഒരു ചെറിയ യുക്തി അതിനകത്തേക്കൊന്ന് കൂട്ടിച്ചേർത്താൽ പിടികിട്ടും. പാമ്പിൽ നിന്നും പാമ്പിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ധൈര്യം കിട്ടുവാനുമായിട്ട് സത്യം പറഞ്ഞാൽ ഒരു രൂപത്തെ ഉണ്ടാക്കാനായിട്ട് ഇവർ മുതിരുകയായിരുന്നപ്പോൾ തീർച്ചയായിട്ടും പാമ്പിൻ്റെ ഒരു ശത്രുവിന് രൂപത്തെ ഉണ്ടാക്കി വെക്കുന്നതായിരുന്നു ബുദ്ധി. ഒരു കീരിയായിരുന്നു ഏറ്റവും നല്ലതെന്ന് വേണേൽ പറയാം. കാരണം അങ്ങനെ ഒരു കീരി തങ്ങൾക്കിടയിലുണ്ടെന്നും അത് കടന്നു വന്ന് ഈ പാമ്പിനെയൊക്കെ കൊത്തി തിന്നുമെന്നോ കൊല്ലുമെന്നോ ഒക്കെയുള്ളൊരു വിചാരം, ഒരു ആശ്വാസം തരുന്നതാണ്. കുറച്ചെങ്കിലും ഒരു ഭയത്തെ അകറ്റുന്ന കാര്യമാണ്. എന്നിട്ടും ദൈവം പറഞ്ഞത് ഇവരെ ഇപ്പോൾ പേടിപ്പിക്കുകയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പാമ്പിൻ്റെ രൂപത്തെ ഉണ്ടാക്കി പാളയത്തിൻ്റെ മധ്യത്തിൽ ഏറ്റവും ഉയർന്നൊരു സ്ഥലത്ത് സ്ഥാപിക്കാനാണ്. വീണ്ടും ഒന്നും കൂടെ പേടിപ്പിക്കാനുള്ള ശ്രമമാണ്. അല്ല, അവനവൻ്റെ
സങ്കടങ്ങളെയും സഹനങ്ങളെയും മറികടക്കാനുള്ള ഒരു മാർഗം നമ്മളതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിനെ നമ്മൾ ധ്യാനത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ്. മെഡിറ്റേറ്റ്, നമ്മൾ അതിനെ തന്നെ ധ്യാനത്തിന് വിധേയം. ഓടിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഏതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുക? ആ പഴയ നിയമത്തിലെ ഹാഗാറിനെ വെറുതെ ഒന്ന് ഓർത്താൽ വല്ലാത്തൊരു പോരിൻ്റെ പീഡയിൽ നിന്ന് ആ ഹാഗാർ ആ വീട് വിട്ട് ഇറങ്ങി ഓടുകയാണ്. യജമാനത്തിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹാഗാർ ഓടുകയും മരുഭൂമിയിലൂടെ ഓടാനായിട്ട് ഒരാൾ തീരുമാനിച്ചാൽ ബെന്യാമിൻ്റെ ആടുജീവിതം ഒന്ന് ഓർത്താൽ മതി, എങ്ങും എത്താൻ പോകുന്നില്ല. അത്രമാ വന്യമായൊരിടമാണ് മരുഭൂമി. ഉണ്ടായിരുന്ന ഒരു സുരക്ഷിതത്വം തനിക്ക് അപകടമാണെന്ന് തോന്നൽ വന്നപ്പോൾ ഈ സ്ത്രീ മരുഭൂമിയിലൂടെ ഓടുകയാണ്. ദൈവമോ ദൈവത്തിൻ്റെ ദൂതനോ ആ സ്ത്രീയെ തടഞ്ഞു നിർത്തിയിട്ട് രണ്ട് ചോദ്യങ്ങൾ കൊണ്ട് ആ സ്ത്രീയുടെ വഴിയെ തിരിച്ചു വിടുന്നുണ്ട്. ഹാഗാർ, നീ എവിടെ നിന്ന് വരുന്നു? ഹാഗാർ, നീ എങ്ങോട്ട് പോകുന്നു? ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ ആ വഴിക്കവലയിൽ വല്ലാതെ പെട്ടുപോകുമ്പോൾ ഓർക്കാവുന്നതാണ്, ഞാൻ എവിടെ നിന്ന് വന്ന ആളാണ്. എൻ്റെ ഉത്ഭവം ശരിക്ക് ആ യേശുവിലെത്താനായിട്ട് കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചാൽ മതി. അവിടുന്ന് തന്നെ വന്നതാണ്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം വായിച്ചാൽ നമുക്ക് അവൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വെളിപ്പെട്ട് കിടന്ന കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത് ശരീരത്തിൻ്റെ താല്പര്യത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ രക്തത്തിൻ്റെ കൊതിയിൽ നിന്നോ അല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പിറക്കുന്നത് ദൈവത്തിൽ നിന്നാണ് കൃത്യമായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓരോ മനുഷ്യനും എവിടെ നിന്നാണ് വന്നത്? ആ ഒരു ചോദ്യത്തിന് എന്തെങ്കിലും ഒരു ഉത്തരം വ്യക്തമായിട്ട് കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായി കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ എവിടേക്ക് നമ്മൾ ഒടുവിൽ പോവുക, ഒടുവിൽ എവിടെ എത്തിച്ചേരേണ്ടത്? അതും ദൈവത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് തന്നെ ഇതിനിടയിൽ ഒത്തിരി ഉത്തരവാദിത്വമില്ലേ? ആരംഭം അവിടെയും അവസാനം അവിടെയാവുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു കരുതൽ തരാനായിട്ട് ദൈവം കരുണയുള്ളവനാണ്. യേശുതമ്പുരാൻ ഇങ്ങനെ അപ്പം വർദ്ധിപ്പിക്കുന്ന ഒത്തിരി അത്ഭുതങ്ങൾ സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അവരെ ഭവനങ്ങളിലേക്ക് ആഹാരം കഴിപ്പാനായിട്ട് പറഞ്ഞു വിട്ടാൽ പോകുമ്പോഴേ അവർ തളർന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ വെച്ച് ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇത്തിരി വിശപ്പും ക്ഷീണമുള്ളൂ. അവരവരുടെ ഭവനങ്ങളിലെത്തിയാൽ അവർക്ക് സമൃദ്ധിയായിട്ട് ഭക്ഷണവും കിട്ടും. ഇത് രണ്ട് യേശുവിനെ അറിയാം. പക്ഷെ ഇതിനിടയിൽ കുറച്ച് ദൂരമുണ്ട്. ആ ദൂരത്തിൽ ഇവർ തളർന്നു വീഴാൻ സാധ്യത ഉള്ളത് കൊണ്ട് ശിഷ്യരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഇവർക്കിപ്പോൾ ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ ഒരിടത്തു നിന്ന് നമ്മൾ പുറപ്പെടുകയും അവിടെ തന്നെ എത്തിച്ചേരുകയും ചെയ്യേണ്ടവരാണ്. ഇതിനിടയിലുള്ള ആ യാത്രയെ ജീവിതം എന്ന് വിളിച്ചാൽ അതിനകത്ത് ഒത്തിരി വീഴാൻ സാധ്യതകളുണ്ട്, തളർന്നും തകർന്നും ഒക്കെ. അവിടെ ഒരു കരുതലും കാവലും തരാനായിട്ട് കരുണയുള്ളവനാണ് യേശു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നേരിടുന്ന എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ മറികടക്കാനായിട്ട് ഓട്ടമല്ല, ഒളിച്ചോട്ടമല്ല, പുറകോട്ടുള്ള മാറ്റമല്ല നല്ലത്, മറിച്ച് പതിയെ ഞാൻ അവയെല്ലാം ഒന്ന് നേരിടാനായിട്ട് ബലപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് സങ്കടങ്ങളിൽ നിന്ന് ഓടി മാറുക എന്നുള്ളത് ആദ്യം. 2, നമ്മൾ അതിലും വലിയൊരു കാര്യം ചെയ്യുന്നുണ്ട്, സങ്കടങ്ങളിൽ അകപ്പെട്ട ആളുകളിൽ നിന്നും നമ്മൾ ഓടി രക്ഷപ്പെടുന്നു. വെറുതെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്? എന്തിനാണ് ഞാൻ ആ വലിയ തലവേദനയ്ക്കകത്ത് ഇടപെടുന്നത്? എൻ്റെ ഇപ്പോഴുള്ള സ്വസ്ഥത കൂടി ഞാൻ എന്തിനാണ് കളയുന്നത്? മറ്റുള്ളവരുടെ സങ്കടങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഏതെല്ലാമോ സുരക്ഷിത ഇടങ്ങളിൽ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവിടം വിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങളാരും തയ്യാറല്ല. ഓർക്കുക, തമ്പുരാൻ്റെ ആ കഠിനമായ കഷ്ടാനുഭവത്തെയൊക്കെ നമ്മൾ ഒരാഴ്ച കൊണ്ട് ധ്യാനിക്കുമ്പോൾ അവനവൻ്റെ സങ്കടങ്ങളെ കുറേ കൂടി നമുക്ക് പ്രസാദം നിറഞ്ഞ പുഞ്ചിരി നിറഞ്ഞ മനസ്സോടും മുഖത്തോടും കൂടി നേരിടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനാണ് ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ. യേശു കാണുന്നുണ്ട്, യേശു അറിയുന്നുണ്ട്, യേശു കേൾക്കുന്നുണ്ട്, ഒപ്പമുണ്ട്. 4 കാര്യങ്ങളൊന്നും ഓർത്തുകൊണ്ടിരുന്നാൽ തന്നെ ഈ പ്രശ്നങ്ങളെ ഒക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. മരുഭൂമിയിൽ ആ സർപ്പത്തിൻ്റെ ദംശനം കൊണ്ട് പരിക്കേറ്റ ആളുകൾക്ക് പിച്ചള കൊണ്ടുണ്ടാക്കിയ സർപ്പത്തിൻ്റെ ദർശനം കൊണ്ട് സൗഖ്യം കിട്ടിയെങ്കിൽ എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ഭേദപ്പെടുത്തി സൗഖ്യപ്പെടുത്തി എടുക്കേണ്ടത് ആവശ്യമാണ്. സംശയമില്ലാത്ത കാര്യമാണ്. യേശു തന്നെ പറഞ്ഞു, ഒരിക്കൽ എൻ്റെ പിന്നാലെ വരുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നിന്നെ തന്നെ പരിത്യജിച്ച് ഒരു കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. എന്നാൽ ഇത്രയൊക്കെ പറഞ്ഞ ആളെന്ന നിലയിൽ യേശുവിന്
കുരിശും കൊണ്ട് ഇന്ന് ഒഴിവാക്കായിരുന്നു. കുരിശൊഴിവാക്കിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല. അവനവൻ്റെ ജീവിതത്തിലെ കഷ്ടതയും സങ്കടങ്ങളും ഒക്കെ യേശുവിൻ്റെ അരികിലേക്കുള്ള യാത്രയിൽ ഞാൻ വഹിച്ചേ മതിയാവും. പക്ഷേ അതിനകത്തൊരു കാര്യം ഒന്ന് ഉറപ്പ് വരുത്തണം, അവസാനം യേശുവിൽ എത്തുമ്പോൾ എൻ്റെ മാത്രം സ്വകാര്യമായ സഹനങ്ങളാകരുത് എൻ്റെ തോളത്തുണ്ടാവുക. എൻ്റെ സഹനങ്ങളെയും സങ്കടങ്ങളെയും എനിക്ക് തൂത്തെറിയാൻ പറ്റില്ല. പക്ഷെ അവയ്ക്കൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി എന്തെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ആരുടെയെങ്കിലുമൊക്കെ കുരിശ് തോളത്തേറ്റാനായിട്ട് പറ്റുമോ? യേശുവിന് പോലും അങ്ങനെ ഒരു സഹായം ഉണ്ടായെന്ന് പറയുക. പക്ഷെ ആ ശിമയോൻ എന്ന് പറയുന്ന ആൾ, എന്തുമാത്രം സൈമൺ എന്ന് പറയുന്ന ആൾ ആ കുരിശ് ചുമക്കുന്ന കാര്യത്തിൽ യേശുവിനെ എന്തുമാത്രം സഹായിച്ചെന്നറിയില്ല. ഒരുപക്ഷെ ഒരാളിങ്ങനെ കുരിശ് ഉയർത്തുമ്പോൾ യേശുവിൻ്റെ തോളത്തേക്ക് കുറേയും കൂടി കനം കൂടാനും സാധ്യതയുണ്ട്. എന്നാലും അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ സങ്കടങ്ങളെയും സഹനങ്ങളെയും കുറച്ചും ലഘൂകരിച്ചും കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ തോളോ ജീവിതമോ ഹൃദയമോ സമയമോ സമ്പത്തോ പ്രാർത്ഥനയോ ഒക്കെ ഒന്ന് നൽകി എന്നതിൻ്റെ കൂടി ഒരു കൃപയും കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അവനവൻ്റെ തന്നെ സ്വന്തം സ്വകാര്യ സഹനങ്ങളുമായി മാത്രം യാത്ര ചെയ്യാതെ, യേശു പറഞ്ഞ അങ്ങനെയാണ്, അവനവനെ ഉപേക്ഷിക്കുക. അവനവനെന്നുള്ള വിചാരത്തെയും അവനവനെന്നുള്ള സങ്കല്പത്തെയും സമ്പാദ്യത്തെയൊക്കെ വിട്ടിട്ട് ആ കുരിശെടുത്തുകൊണ്ട് വരാൻ പറയുമ്പം കുറച്ച് ആളുകളുടെ സങ്കടങ്ങളെയും സഹനങ്ങളെയും ഒക്കെ കുറേയും കൂടി ഗൗരവത്തിൽ കാണാനായിട്ട് കൂടി നമ്മൾ ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ നമ്മൾ പ്രകാശിതരാകേണ്ടതാണ്. പൊതുവെ സഹനങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആളുകൾ, സങ്കടപ്പെടുന്ന ആളുകളിൽ നിന്നും നമ്മൾ ഇത്തിരി മാറി നിൽക്കുന്ന ആളുകൾ. ഇതുവരെയും ഒരു നോമ്പുകാലവും നമുക്ക് പ്രവൃത്തി കൊണ്ടുകൂടി ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നൊരു തോന്നലിലേക്കൊന്നും വന്നിട്ടില്ല. നോമ്പ് എപ്പോഴും നമുക്ക് അവസാനം കണക്കെടുക്കുമ്പോൾ വ്യക്തിപരമായ വിധത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായി ഇത്തിരി ലാഭം തരുന്നൊരു കാര്യമായിട്ട് മാത്രം മാറി. സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ലാഭം തരുന്ന, കുറച്ച് അസുഖം കുറഞ്ഞിരിക്കുന്നൊരു കാലം, ആഹാരം പൊതുവെ കുറയുന്നു, അതുകൊണ്ട് തന്നെ അസുഖം പൊതുവെ കുറയുന്നു. പിന്നെ മാംസവും മത്സ്യവും ഒക്കെ ഒഴിവാക്കുന്നതിൻ്റെ പേരിലുണ്ടാകുന്ന കുറച്ച് സാമ്പത്തിക ലാഭം, അതിനുവേണ്ടി മാത്രമായി മാറുന്നു നോമ്പെന്ന് പറയുന്നത്. ഇതാർക്കെങ്കിലുമൊക്കെ ആഹാരമായിട്ടും വസ്ത്രമായിട്ടും ഔഷധമായിട്ടും ഒരാശ്വാസമായിട്ടും ഒക്കെ മാറിയാൽ മാത്രമേ നോമ്പിലൂടെ നമ്മൾ ഏറ്റെടുത്ത ചില കഠിനമായ നിഷ്ഠകൾ ചര്യകളൊക്കെ ഗുണകരമായിട്ട് മാറുകയുള്ളൂ എന്ന് ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റുള്ളവരുടെ സഹനങ്ങളെ നമുക്ക് എന്തുമാത്രം ചേർന്നിരിക്കാനായിട്ട് പറ്റും. വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, യേശുവിൻ്റെ അവസാന കാലത്തെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു അഭ്യർത്ഥനയുണ്ടായിരുന്നു. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. ആരോടായിരുന്നു ചോദിച്ചാൽ ഒപ്പമുള്ള 12 സുഹൃത്തുക്കളോടായിരുന്നു, 11 പേരോട്. യൂദാ വഴി അങ്ങ് പോയി. ഒപ്പമുള്ള 11 പേരോട് യേശു ആ ഗെത്സമനത്തോട്ടത്തിൽ വെച്ചൊരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അത് ചെറിയ ചോദ്യമല്ല, ചെറുതെന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നുന്നതാണ്, ഇത്തിരി വലിയ ചോദ്യമാണ്. ഈ രാവ് തീരും മുമ്പ് എന്നോടൊത്ത് 1 മണിക്കൂർ നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ പറ്റുമോ? ജീവിതത്തിലെ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും യേശുവിന് ഇന്നും ചോദിക്കാനുള്ള ചോദ്യമാണ്, ഒരു ദിവസം 1 മണിക്കൂർ നേരം അവനോടൊത്തൊന്ന് ഉണർന്നിരിക്കാനായിട്ട് പറ്റുമോ? നമ്മൾ 24 മണിക്കൂറുള്ളതിനകത്ത് നമ്മൾ 30 മണിക്കൂറും ജോലി ചെയ്യുന്ന ആളുകളാണ്. 24 മണിക്കൂറേ ഉള്ളൂ. എന്നാലും നമ്മളുടെ അധ്വാനവും നമ്മുടെ ഓട്ടോ അലച്ചിലും കഷ്ടതയും കണ്ടാൽ 30 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു 5-8 മണിക്കൂറിന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നേടിയേനെന്നാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെയൊക്കെ പോയിക്കോട്ടെ. എന്നാൽ ഈ ഒരു അഭ്യർത്ഥനയ്ക്ക് ജീവിതത്തിലൊരു സ്പേസ് അനുവദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ രാവ് തീരും മുമ്പ് എന്നോടൊത്ത് 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ ഒരു ആവശ്യം പോലെ പുള്ളി ചോദിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല, അത് ശിഷ്യരുടെ ആവശ്യം കൂടിയായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് കൂടിയായിരുന്നു. സാത്താന് നിന്നെ ഇങ്ങനെ പാറ്റിക്കളയാനായിട്ട് ഈ രാത്രി ശ്രമിക്കും. ശിമയോനെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പത്രോസിന് കൊടുക്കുന്ന യേശുവിൻ്റെ ഭയങ്കര ഓർമ്മപ്പെടുത്തലുണ്ട്. വെറുതെ ഈ ദിവസങ്ങളിലൊക്കെ അല്പനേരം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ സുവിശേഷങ്ങളുടെ അവസാനത്തെ കുറച്ച് അധ്യായങ്ങൾ മാത്രമെങ്കിലും വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായ സങ്കടം തോന്നും. സങ്കടം മാത്രമല്ല, കുറച്ച് ഭക്തി നമ്മുടെ ജീവിതത്തിലേക്ക് എവിടുന്നോ ഇറങ്ങി വരും. വല്ലാത്തൊരു തണുപ്പോ അസ്വസ്ഥതയൊക്കെ തോന്നും. ശിമയോനെ, നീ അത്രയും വലിയ വിശ്വാസമൊന്നും എൻ്റെ അടുത്ത് പറയേണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് പത്രോസിനടുത്ത് യേശു പറയുന്നത്. ഈ രാത്രിയിൽ നിന്നെ സാത്താൻ വല്ലാതെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റി കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ പ്രാർത്ഥന ഒരിക്കലും യേശുവിന് വേണ്ടി മാത്രമായിരുന്നില്ല, ഒപ്പം ഉള്ളവർക്ക് വേണ്ടിയാണ്. ഈ രാത്രി തീരും മുമ്പ് നീയും നിങ്ങളുമൊന്ന്
എന്നോടൊത്ത് 1 മണിക്കൂർ ഉണർന്നിരിക്കുക. അങ്ങനെ ഒരു ആവശ്യം ഓരോ ദിവസവും യേശു നമുക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂർ നേരം എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്, ഒരുമിച്ച് പോലും വേണമെന്ന് ഞാൻ പറയില്ല, മുറിച്ചായാലും കുഴപ്പമില്ല, 2 നേരമായിട്ടോ കുറേ നേരങ്ങളായിട്ടോ കുറച്ച് സമയം ആ ഒരു ചൈതന്യത്തിൻ്റെ ഒപ്പം ആകാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കി 23 മണിക്കൂറുകൾക്ക് കുറച്ചും കൂടി ഊർജ്ജമുണ്ടാവും, കുറച്ചും കൂടി ഉത്സാഹം ഉണ്ടാവും, കുറച്ചും കൂടി കാഴ്ച തെളിഞ്ഞ് കിട്ടും. ആ 23 മണിക്കൂർ നമുക്ക് കുറേ കൂടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഫലസമൃദ്ധിയുള്ള കർമ്മങ്ങളിൽ നിരതനാകാൻ പറ്റും. തീർച്ചയായിട്ടും എന്തായാലും ഇവിടെ നമ്മൾ ഗെത്സമനത്തോട്ടത്തിൽ യേശുവിൻ്റെ 1 മണിക്കൂർ നേരത്തെ അഭ്യർത്ഥന ശിഷ്യരെങ്ങനെയാണ് കൈക്കൊണ്ടത്? അവർ വീണ്ടും വീണ്ടും കുറുക്കം വലിച്ചുറങ്ങി. ഓരോ തവണയും അവരെ തട്ടിമുട്ടി യേശു ഉണർത്തിയിട്ട് വല്ലാത്ത ക്ഷീണത്തിൽ നിങ്ങൾ പിന്നെ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടവും ഭാരവും തോന്നും. ആ ഒരു രാത്രിയിൽ യേശു കടന്നു പോകേണ്ടി വരുന്ന ആ സഹനങ്ങളുടെ കാസ പാനം ചെയ്യാനായിട്ട് പാടുപെടുമ്പോൾ ഈ ശിഷ്യരൊക്കെ നിദ്രാഭാരത്താൽ ഉറങ്ങുകയാണ്. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. മാനസികമായി നല്ല ക്ഷീണത്തിൽ, അവർ ശാരീരികമായ ക്ഷീണത്തിലാണ്. ഓർത്ത് നോക്കിയേ, വെറുതെ ആ രൂപാന്തരീകരണം, ട്രാൻസ്ഫിഗറേഷൻ, യേശു ഇങ്ങനെ മലമുകളിൽ വെച്ച് സൂര്യനെ പോലെ മുഖം തേജസ്സായി, വസ്ത്രമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആർക്കും നനച്ച് വെളുപ്പിക്കാൻ പറ്റാത്തത്ര പ്രകാശം പോലെ തിളങ്ങി. അങ്ങനെയൊക്കെ രൂപാന്തരം സംഭവിക്കുന്ന ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ. പത്രോസും പിന്നെ സഹോദരങ്ങളായ യാക്കോബും യോഹന്നാനും സാക്ഷികളുമാണ്. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, മോശയും ഏലിയാവും ഒക്കെ വന്നു, എന്നാൽ പിന്നെ 3 കൂടാരം നിർമ്മിക്കാം, നിങ്ങൾ 3 പേര് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ അത് പറയാനല്ല ഞാനിപ്പോൾ ആഗ്രഹിച്ചത്. ആ ഒരു രൂപാന്തരീകരണം വിവരിക്കുന്നതിനിടയിൽ സുവിശേഷത്തിനകത്തൊരു ചെറിയ വചനം കിടപ്പുണ്ട്. നല്ല നിദ്ര വിവശരായിട്ടും അവർ ഉറങ്ങാതിരുന്നു. അവർ, പത്രോസും യാക്കോബും യോഹന്നാനും നല്ല ഉറക്കക്ഷീണമുള്ളവരായിരുന്നിട്ടും അവർ ഉറങ്ങാതെ വളരെ കഷ്ടപ്പെട്ട് ഇരുന്നു. എന്താണ്? ഗെത്സമനത്തോട്ടത്തിൽ 3 വട്ടം വന്ന് 1 മണിക്കൂർ നേരം എന്നോടൊത്ത് ഈ സഹനങ്ങളുടെ കാസ പാനം ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ക്ഷീണം കൊണ്ടും ഭാരം കൊണ്ടും അവർ ഉറങ്ങിപ്പോയി. അവരുടെ കണ്ണുകൾ അടഞ്ഞുപോയി അറിയാതെ. എന്നാൽ രൂപാന്തരീകരണത്തിൻ്റെ നേരത്ത് നല്ല ഉറക്കം വന്നവരെ മൂടുമ്പോഴും അവർ ഉറങ്ങാതിരുന്നു. മഹത്വത്തിൻ്റെ കാലത്ത്, സന്തോഷത്തിൻ്റെ നേട്ടങ്ങളുടെയും കാലത്ത് ഒത്തിരി ആളുകൾ നമുക്ക് പോകുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പങ്കുപറ്റാനായിട്ട്, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒക്കെ പങ്കുപറ്റാനായിട്ട് നമുക്ക് പോകുന്നുണ്ട്. എന്നാൽ കഠിനമായ ചില കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അത്ര നിർണായക നേരങ്ങളിൽ നാം ഓരോരുത്തരും ഒരർത്ഥത്തിൽ മാനുഷികമായി പറഞ്ഞാൽ ഒറ്റയ്ക്കാണ്. ഒരു സംശയവുമില്ല. അവിടെ യേശു എന്ന് പറയുന്ന ഒരാൾ ഒപ്പമുണ്ടെന്നുള്ള ധാരണ രൂപപ്പെടുത്താനായിട്ട് ഈ കഷ്ടതയുടെ ഓർമ്മ വീണ്ടും ഒരിക്കൽ കൂടി പുതുക്കുന്ന ഈ സന്ദർഭത്തെ നന്നായിട്ട് നാം വിനിയോഗിക്കേണ്ടതാണ്. ഒരു സംശയമില്ല, അവനവൻ്റെ ജീവിതത്തിലെ കഷ്ടതയും പ്രയാസവും ഒപ്പം നമ്മൾ മറ്റ് പല മനുഷ്യരുടെ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ തോളിലേറ്റി യേശു എന്ന് പറയുന്ന ഒരു ആത്മീയ വിചാരത്തിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ ആശ്വസിക്കാൻ പറ്റും. ഹി ഹാസ് എ റൈറ്റ്. അയാൾക്കിതിന് അവകാശമുണ്ട്. ദൈവത്തിനെല്ലാ കഷ്ടതയ്ക്കും പിന്നിലൊരു അവകാശമുണ്ട്. എൻ്റെ ജീവിതത്തിന് മീതെ പരിപൂർണമായൊരു അവകാശമുണ്ട്. പിന്നെ ഹി ഹാസ് എ റീസൺ. അയാൾക്കിതിനൊരു കാരണമുണ്ട്. നമുക്ക് വ്യക്തതയില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ അത്രയും വിശാലമായ ഒരു വ്യക്തത നമുക്കില്ലാത്തത് കൊണ്ട്, പരിമിതികൾ ഒരുപാടുള്ളത് കൊണ്ടും കാരണങ്ങളൊന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയ കാരണങ്ങളെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുമില്ല. എന്തായാലും കഷ്ടതയുടെ ഈ ഒരു ആഴ്ചക്കാലം നമ്മുടെ ജീവിതത്തെ കുറേ കൂടി പ്രകാശമുള്ളതാക്കി മാറ്റണം. ഒരു സംശയമില്ല, സഹനങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയോ സഹിക്കുന്ന ആളുകളിൽ നിന്ന് ബോധപൂർവം അകന്നു പോവുകയോ ചെയ്യാതെ ആ സങ്കടങ്ങളെ നേരിടാനായിട്ട്, ധ്യാനിപ്പാനായിട്ട്, അങ്ങനെ ആ സങ്കടങ്ങളെ പതിയെ ജീവിതത്തോട് പരിചരിച്ച് മറികടപ്പാനായിട്ട് യേശു നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. ഈ രാവ് തീരും മുമ്പ് എന്നോടൊത്ത് 1 മണിക്കൂർ ഉണർന്നിരിക്കാമോ എന്നുള്ള യേശുവിൻ്റെ അഭ്യർത്ഥന ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ നമുക്കൊന്ന് മാറ്റി വായിക്കാൻ പറ്റും. ഞാൻ ഈ രാത്രിയിൽ കഠിനമായ സങ്കടത്താൽ
ഉറങ്ങാതിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം യേശു ഉറങ്ങാതിരിപ്പുണ്ട്. ആമേൻ. Somebody